സഹകരണ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത് സഖാക്കൾ തന്നെയെന്ന് തുറന്നു സമ്മതിച്ച് CPM. വലിയ തുകകൾ വായ്പയ്ക്കെടുക്കുന്ന പാർട്ടി അംഗങ്ങളും നേതാക്കളും പണം തിരിച്ചടയ്ക്കുന്നില്ലെന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം. ഇനി മുതൽ ഉപരി കമ്മിറ്റിയുടെ അനുമതിയോടെ മാത്രം വായ്പയെടുക്കണമെന്നും നിർദ്ദേശം. കാലങ്ങളായി CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളടക്കം അഴിമതിയിൽ മുങ്ങി തകർച്ചയിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സമ്മേളനത്തിലും ഇക്കാര്യം ചർച്ചയാകുന്നത്. കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് നേതാക്കൾക്കടക്കമുള്ള നിർദ്ദേശം. വലിയ തുകകൾ വായ്പയെടുക്കുന്ന സഖാക്കൾ പണം തിരിച്ചടയ്ക്കാത്തതാണ് പ്രതിസന്ധിയുടെ കാരണമെന്നാണ് വിലയിരുത്തൽ. ഇതിൽ പാർട്ടി അംഗങ്ങളും നേതാക്കളുമുണ്ട്. സർക്കുലർ നൽകിയിട്ടും തിരിച്ചടയ്ക്കാത്തവർ. കോടികളാണ് ഇങ്ങനെ തിരിച്ചു കിട്ടാനുള്ളതെന്നും റിപ്പോർട്ടിലുണ്ട്. പല ജില്ലാ സമ്മേളനങ്ങളിലും സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് നേതാക്കൾക്കടക്കമുള്ള നിർദ്ദേശം. പാർട്ടി അംഗങ്ങൾ ഇനി വലിയ തുക വായ്പയെടുക്കുമ്പോൾ ഉപരി കമ്മിറ്റിയുടെ അനുമതി വാങ്ങണമെന്നും റിപ്പോർട്ടിലുണ്ട്. CPM ഭരണസമിതിയുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപകരുടെ പ്രതിഷേധം ഉയർന്നിരുന്നു. കോടികളുടെ അഴിമതി കാരണം പണം നഷ്ടപ്പെട്ട വേദനയിൽ നിക്ഷേപകർ ആത്മഹത്യ ചെയ്ത സംഭവം കരുവന്നൂരിലുണ്ടായിട്ടുണ്ട്. പല ബാങ്കുകളിലും പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് കൂടുതൽ വായ്പകളെടുത്ത് തിരിച്ചടയ്ക്കാത്തവർ നിരവധിയാണ്. സഹകരണ മേഖലയെ ഒന്നാകെ തകർച്ചയിലേക്ക് കൊണ്ടുപോയ പല സംഭവങ്ങളും വിലയിരുത്തുമ്പോഴാണ് മുന്നോട്ടുള്ള പ്രതിസന്ധി CPM നോക്കിക്കാണുന്നത്. തെറ്റുതിരുത്തൽ പാർട്ടി അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണമെന്നാണ് റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത്. ജനം, കൊല്ലം.